ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല നാടൻ കറിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയും ടേസ്റ്റാണ്. ഞാനിവിടെ ചന്ദ്രക്കാരൻ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചന്ദ്രക്കാരൻ മാമ്പഴം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുഞ്ഞു മാമ്പഴം ഉണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള മാങ്ങയാണ് ഈ ഒരു ചന്ദ്രക്കാരൻ മാങ്ങ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം അങ്ങനെ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഞാനിത് കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 5 ചന്ദ്രക്കാരൻ മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാങ്ങ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സാധാ നോർമൽ എടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ടും ഉണ്ടാക്കാം. ഈ ഒരു മാങ്ങയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു 5 എണ്ണം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക്, നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ നമുക്ക് മുളക് പൊടിയും ചേർക്കാം. നമ്മളിതിൽ കൂടുതൽ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ചേർത്ത് പച്ചമുളക്, ഇനി നമ്മൾ അരപ്പുണ്ടാക്കുന്ന സമയത്ത് പച്ചമുളക് ചേർക്കും. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു കഷ്ണം വെല്ലമാണ്, അതായത് ശർക്കര. നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് വെല്ലം ചേർക്കുമ്പോൾ. ചിലർ പഞ്ചസാര ചേർക്കും, പക്ഷേ വെല്ലമാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. മാങ്ങ ഒക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മാങ്ങ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ മാങ്ങ ഒന്ന് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനൊരു 1 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകവും ചേർത്ത് അരച്ചെടുക്കാം. ചിലരിതിൽ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും. ഞാൻ പക്ഷേ ചെറിയ ഉള്ളിയൊന്നും ചേർക്കലില്ല, ഇത് മാത്രമേ ചേർക്കുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മൾ തേങ്ങ നന്നായി അരച്ചെടുത്തു. അപ്പോഴേക്കും നമ്മളെ മാങ്ങയും നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മളിത് ലൂസാക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, നമുക്ക് അവസാനം തൈര് ചേർക്കേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലൂസായി പോരുത് കറി. പുളിശ്ശേരി ആകുമ്പോൾ കുറച്ച് തിക്കായിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ അരപ്പ് നമ്മളൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, അരപ്പൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. ഏറ്റവും അവസാനമാണ് നമ്മൾ തൈര് ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം. നമ്മൾ നേരത്തെ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക, ഉപ്പുണ്ടോ നോക്കുക. കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നത്. നമുക്ക് തൈര് ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഏറ്റവും കുറച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈര് വേണം നമുക്ക് പുളിശ്ശേരിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് ലൂസാക്കി കളയരുത്. അപ്പോൾ നമ്മൾ തൈര് ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ്, ഓഫാക്കിയിട്ടില്ല. നമ്മളൊന്നിങ്ങനെ ഒരു കുമിള പോലെ വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കാം. തിളച്ചു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തീ ഓഫായി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് താളിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായി. കണ്ടോ, ഈ ഒരു രീതിയിലായി കിട്ടണം. ഇനി നമുക്കിത് താളിച്ചിടാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിക്കുന്നത്. താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചിലർ ഉലുവ ചേർക്കും, പക്ഷേ ഞാൻ ഉലുവ ചേർക്കില്ല. വറ്റൽമുളക് ഇട്ടു. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി നമ്മൾ നേരെ ഇതിൽ പുളിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളിയാട്ടോ. ഇത് ടേസ്റ്റാന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മാമ്പഴം കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. ചിലർ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു മാമ്പഴം. ഇല്ലാത്തവർ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിയുമ്പോൾ വാങ്ങുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം ഞാനിത് മിക്സ് ചെയ്യുന്നില്ല, അടച്ച് വെച്ച് നമുക്കിത് കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാം. അപ്പോഴൊക്കെ എല്ലാം അങ്ങ് പിടിച്ച് നമ്മൾ ആ മാങ്ങയിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ. കണ്ടോ, അപ്പം നമ്മൾ കുറേ സമയമായി നമ്മളെ കറി റെഡിയായിട്ട്, കുറച്ചുകൂടെ കട്ടിയായി നമ്മളെ കറി. ഈ ഒരു പരുവത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്യാം.
എന്നിട്ട് നമുക്കിത് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. അതുപോലെ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഒന്നും മറക്കണ്ട. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്